പറയും പോലെ മോദി സർക്കാരിനെ ഫാസിസ്റ്റ് സർക്കാർ എന്ന് വിശേഷിപ്പിക്കാനാവില്ലെന്ന നിലപാടുമായി CPM കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തത വരുത്തി. CPM കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റികൾക്ക് അയച്ച രഹസ്യരേഖയിലാണ് ഈ വിലയിരുത്തൽ. ഇന്ത്യൻ ഭരണകൂടത്തെ നവഫാസിസ്റ്റായി ചിത്രീകരിക്കാനാവില്ലെന്നും രഹസ്യരേഖയിൽ പറയുന്നു. ഏപ്രിലിൽ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കരട് രാഷ്ട്രീയ പ്രമേയം പരസ്യമാക്കി കഴിഞ്ഞു. പാർട്ടി ഘടകങ്ങൾക്കും പൊതുജനങ്ങൾക്കുമൊക്കെ ചർച്ച ചെയ്യാനും അഭിപ്രായം പറയാനുമൊക്കെ പ്രമേയം പരസ്യമാക്കിയാൽ പിന്നീട് ഒരു കുറിപ്പ് പതിവില്ല. CPM മോദി സർക്കാരിനെ ഫാസിസ്റ്റ് ഭരണകൂടമെന്ന് വിശേഷിപ്പിച്ചപ്പോൾ ഇന്ത്യയിൽ ഫാസിസം വന്നു കഴിഞ്ഞെന്ന് CPI നിലപാടെടുത്തു. ഇത് രണ്ടിനെയും തള്ളുന്നതാണ് CPM നിലപാട്. മുസോളിനിയുടെയും ഹിറ്റ്ലറുടെയും കാലത്തേത് ക്ലാസിക്കൽ ഫാസിസം എന്നും പിന്നീടുള്ള രൂപങ്ങളെ നവഫാസിസം എന്നും വിശേഷിപ്പിച്ചാണ് പുതിയ നിർവചനം. അന്തസാമ്രാജ്യത്വ വൈരുദ്ധ്യത്തിന്റെ സൃഷ്ടിയാണ് ക്ലാസിക്കൽ ഫാസിസം എന്നും നവ ഉദാരീകരണ പ്രതിസന്ധിയുടെ ഉൽപ്പന്നമാണ് നവഫാസിസം എന്നുമാണ് വിശേഷണം. RSSന് ഫാസിസ്റ്റ് സ്വഭാവമുണ്ടെന്നാണ് പാർട്ടി പരിപാടിയിൽ CPMന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് RSS നിയന്ത്രണത്തിലുള്ള മോദി സർക്കാരിന് ഫാസിസ്റ്റ് പ്രവണതയെന്നാണ് കഴിഞ്ഞ 2 പാർട്ടി കോൺഗ്രസുകളിലും പ്രഖ്യാപിച്ചത്. മോദി സർക്കാരിനെ ഫാസിസ്റ്റ് എന്ന് പറയാനാവില്ല. ഇന്ത്യൻ ഭരണകൂടത്തെ നവഫാസിസ്റ്റായും ചിത്രീകരിക്കാനാവില്ല. 10 വർഷത്തെ തുടർച്ചയായുള്ള മോദി ഭരണത്തിൽ രാഷ്ട്രീയ അധികാരം BJP RSS കരങ്ങളിൽ കേന്ദ്രീകരിക്കപ്പെട്ടു. RSS BJP കൂട്ടുകെട്ടിനെ തടഞ്ഞില്ലെങ്കിൽ ഹിന്ദുത്വ കോർപ്പറേറ്റ് സ്വേച്ഛാധിപത്യം നവഫാസിസത്തിലേക്കും പോകും. നവഫാസിസ്റ്റ് സ്വഭാവം എന്നതിനർത്ഥം അതൊരു നവഫാസിസ്റ്റ് സർക്കാരായോ രാഷ്ട്രീയ സംവിധാനമായോ വികസിച്ചെന്നല്ല.